എൻ്റെ ഒരു മെസ്സേജാണ് അതിൽ പൈസക്കാട് ജനങ്ങൾ കണ്ടമാനം അടിപൊളിപ്പെടാം. ഫാമിലിയായിട്ടിരുന്ന് കാണാൻ പറ്റിയ പടമാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നത് അനശ്വരയുടെയും അർജുൻ്റെ പെർഫോമൻസ് ആണ്. മഹേഷ് മധു സംവിധാനം ചെയ്ത അനശ്വര രാജനും ബാലു വർഗീസ് നമ്മുടെ അർജുൻ അശ്വൻ തുടങ്ങിയ നീണ്ട താരത്തിന് വന്നിരിക്കുന്ന എന്ന് സ്വന്തം പുണ്യാണ് റിലീസാണ്. സിനിമ സിനിമയുടെ പ്രശ്നം ചോദിച്ചു. എടുത്തു പറയാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അനശ്വരയുടെയും അർജുൻ്റെ പെർഫോമൻസ് ആണ്. പിന്നെ ത്രൂ ഔട്ട് ഒരു കോമഡി സിനിമയാണോ ബ്രോ? ത്രൂ ആയിട്ട് എൻ്റർടൈൻ കണ്ടുകൊണ്ടിരിക്കുക. ഫാന്റസി ആണോ? ഫാൻറ്റസി ഉണ്ട്. എങ്ങനെ അർജുന അശോകനൊക്കെ? അതാണ് അർജുനും അനശ്വരയും കോമഡിയാണോ? കോമഡി പറഞ്ഞാൽ നമ്മളെ ഇത് എങ്ങനെ പഠിച്ച് നമ്മളെ ഈ കള്ളന്മാരുടെ കഥ പൈസക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിനിടക്ക് ജനങ്ങളെ സഹായിക്കുന്ന കഥ. അച്ഛൻ പെട്ടെന്ന് സ്വീകരിക്കുന്ന കഥയില്ലേ, അതാണ്. അപ്പം നമ്മളിപ്പോൾ ഈ പടം എന്ന് വെച്ചാൽ കുറച്ച് മനസ്സിലായി. എൻ്റെ ഒരു മെസ്സേജാണ് അതിൽ പൈസക്കാട് ജനങ്ങൾ കണ്ടമാനം അടിപൊളിപ്പെടാം. പൈസ വേണം. ചേട്ടൻ എടുത്തു പറയാൻ എന്താ കോമഡീസും കാര്യങ്ങളും? കോമഡീസ് വെച്ചാൽ ഒരു ത്രില്ലറും പടം എന്തായാലും വിജയിക്കും. കുഴപ്പമില്ല ബ്രോ, ഒരു വൺ ടൈം വാച്ചാണ്. ഫാമിലിയായിട്ടിരുന്ന് കാണാൻ പറ്റിയ പടമാണ്. അനശ്വരയും ബാലു വർഗീസും അർജുൻ അശോകൻ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ ലെങ്ത് കോമഡി പടമാണോ അത്? അല്ല ബ്രോ, കുറച്ചൊക്കെ ചിരിക്കാനുണ്ട്, പിന്നെ കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. റോമാൻസ് കണ്ട ആ ഒരു അത് വേറെ ഇതാണ് ബ്രോ. അത് വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ജസ്റ്റ് കണ്ടോണ്ടിരിക്കാൻ പറ്റിയൊരു പടം. തിയേറ്റർ വാച്ചിനുള്ളതുണ്ട്. തിയേറ്റർ വാച്ചിനുള്ള ജസ്റ്റ് ഒരു സിമ്പിൾ പടം. മേക്കിംഗ് കുഴപ്പമില്ല. ഒരു 2 മണിക്കൂറേ ഉള്ളൂ, കുഴപ്പമില്ല. ഇതിന് മെസ്സേജ് എന്തെങ്കിലും ഉണ്ടല്ലോ? ത്രൂ ഔട്ട് ഒരു കോമഡി, ജസ്റ്റ് ഒരു വാച്ച് അത്രേ ഉള്ളൂ. ഫാന്റസിയിലാണ് കഥ പറഞ്ഞു വന്നത്. അങ്ങനെയൊന്നുമില്ല. അനുശ്വരയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എടുത്തു പറയാനുള്ള